നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ബുസ്റാലന മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നുൻ ഗൈറ മുൻഹദിമി. അതാ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ആ തങ്ങളെന്ന അഭയം നമുക്ക്, അഭയകേന്ദ്രം നമുക്കുണ്ട്. ആ തൂട് നമുക്ക് മുറുകെ പിടിക്കാം. ആ അഭയസ്ഥാനത്തേക്ക് നമുക്കെത്താം. അതെത്തിക്കുന്നതിൽ നമ്മളെ ഉപദേശിച്ചിട്ടുള്ള മഹത്തുക്കളായ ഔലിയാക്കൾ, താജുൽ ഉലമന്റെ അങ്ങോട്ട്, എം എ ഉസ്താദിന്റെ അങ്ങോട്ട്, അതാ ബഹ്റുൽ ഉലൂം ഒക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദും, ഏറ്റവും വലിയ ആശിഖുർ റസൂലായിരുന്ന, ഏറ്റവും വലിയ ഷായറായിരുന്ന തിരൂരങ്ങാടി ബാപ്പ മുസ്ലിയാരും, കുണ്ടൂര് അബ്ദുൽ ഖാദർ മുസ്ലിയാരും തുടങ്ങി അങ്ങനെ ബഹുമാനപ്പെട്ട പാണക്കാടും സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, അതാ ഇഹ്യാഉ സുന്നയുടെ പ്രസിഡന്റായിരുന്ന സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സയ്യിദന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ആ വിട്ടുപിരിഞ്ഞു പോയവർ സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങളടക്കം അങ്ങനെ നിരവധി സയ്യിദന്മാർ, നിരവധി പ്രവർത്തകന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ഏറ്റവും വലിയ കാരണവന്മാരായി ചാലിയം എ പി ബാവ ഹാജി, കൊടുവള്ളി കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ സാജിദ ഉമർ ഹാജി, ഇങ്ങനെ തുടങ്ങിയ ജീവിതം മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെലവഴിക്കാൻ എല്ലാ സമയവും തയ്യാറായിരുന്ന ആ മഹത്തുക്കളൊന്നും ഇന്ന് നമ്മോടൊപ്പമില്ല. അതുകൊണ്ട് പണക്കാരെ, കഴിവുള്ളവരെ, യുവാക്കളെ, നിങ്ങളൊക്കെ ഉണരുക. നിങ്ങളെ സമ്പത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുക. ഇന്ന് നമുക്കൊരു ചെറിയ പ്രവണത ഉണ്ട്, അത് തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയട്ടെ. എന്താണ്? ഒരു വിഭാഗം ആളുകൾ, എല്ലാവരുമല്ല, മുതലുണ്ടാക്കണം മുതലുണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തയുമായി എല്ലാ സമയവും അവിടെ ബിൽഡിംഗ് വേണം, ഇവിടെ സ്ഥലം വേണം, അവിടെ ഭൂമി വേണം, ഇത് വേണം, ഇതിനു വേണ്ടി മാത്രം നമ്മളെ പടക്കപ്പെട്ടതുപോലെ തോന്നുകയാണ്. അങ്ങനെ പാടില്ല. അധ്വാനിക്കണം, ധാരാളം കച്ചവടം ചെയ്യണം, ധാരാളം ഉണ്ടാക്കണം. നമ്മൾ അങ്ങേയറ്റം അധ്വാനിച്ച് ഏത് ജോലിയും എടുക്കണം. ഇന്ന് പക്ഷെ വിനയം വേണം. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളായിരിക്കാം എം എ യൂസുഫ് അലി സാഹിബ്. അദ്ദേഹം ഈ യോഗത്തിന് വരാമെന്ന് പറഞ്ഞിരുന്നു. 2 പ്രാവശ്യമായി ലണ്ടനിൽ നിന്ന് അദ്ദേഹം വിളിക്കുന്നു. ഇന്നും വിളിച്ചു, എന്നോട് പറഞ്ഞു എല്ലാവരോടും വിവരം പറയണം, എന്റെ സന്ദേശം അറിയിക്കണം. ഒരു കാരണവശാലും ലണ്ടനിൽ നിന്ന് എനിക്കിങ്ങോട്ട് എത്താൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ കൂടെയാണ്, ശൈഖുമാരുടെ കൂടെയാണ്. അവർ വരുമ്പോഴല്ലാതെ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും ഒരു വിനയം ഒരു ഇൽമിന്റെ അഹ്ലുകാരൻ എന്ന നിലക്ക് എന്നോടും, നമ്മുടെ ഇൽമിന്റെ ഖാദിമീങ്ങൾ എന്ന നിലക്ക് SYS-നോടും അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പണക്കാര് നമുക്കിവിടെ വേണോ? നമുക്കില്ലെങ്കിൽ നടക്കൂല. അദ്ദേഹം വലിയ വലിയ മാളുകളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിൽ 10,000-കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്ത് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഇവിടെ തന്നെ നമ്മുടെ കോട്ടക്കലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമൊക്കെയുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ട്. അൽഹംദുലില്ലാ. അത്ര വലിയവരല്ലെങ്കിലും അതിന്റെ ഇടത്തരക്കാരായ കച്ചവടക്കാർ ഇന്ന് നമ്മുടെ സദസ്സിലുണ്ട്, നമ്മുടെ പ്രവർത്തനത്തിലുണ്ട്. ഇവിടെ എല്ലാ പ്രവർത്തനത്തിലും സജീവമായി നിൽക്കുന്നവരുണ്ട്. ഞാൻ ഒരാളെ പേര് മാത്രം പറയുന്നില്ല, അതുകൊണ്ട് കുറേയധികം ആളുകളുള്ളത് കൊണ്ട് പേര് പറയുന്നില്ല. അങ്ങനെയുള്ള പണക്കാർ നമുക്ക് വേണം, നല്ല പണക്കാർ വേണം. നമ്മുടെ യുവാക്കൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ നാം എല്ലാവരും ശ്രമിക്കണം. ഇത് സ്വദേശത്തും വിദേശത്തും തൊഴിൽ ഉണ്ടാക്കി കൊടുക്കണം. ആ തൊഴിലുണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ യുവാക്കൾ നല്ല തൊഴിലെടുത്ത്
അധ്വാനിച്ച് ഹലാലായി സമ്പാദിക്കുകയും അതേ സമയത്ത് അല്ലാഹുവിനെ പേടിക്കുകയും ചെയ്യുന്നവരായി മാറണം. അതാണ് SYSന്റെ ലക്ഷ്യമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. SYS ഇവിടെ സ്ഥാപിതമായത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. ഒന്നാമതായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങളും തീരുമാനങ്ങളും ഇവിടെ നടപ്പിൽ വരുത്തുക. അതാണ് 10 കൊല്ലത്തേക്കുള്ള ഒരു വലിയ പദ്ധതി ഇന്ന് ചേർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പാസാക്കി തന്നിട്ടുണ്ട്. ഉലമാക്കൾ ഇരുന്ന് ചിന്തിച്ച് 10 കൊല്ലത്തേക്ക് SYS എന്ന് പ്രവർത്തിക്കണം, SMA എന്ന് പ്രവർത്തിക്കണം, ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന് പ്രവർത്തിക്കണം, ബോർഡ് എന്ന് പ്രവർത്തിക്കണം, ഇനി ഉണ്ടാകാൻ പോകുന്ന ബഹുജനങ്ങളുടെ സംഘടന എന്ത് പ്രവർത്തിക്കണം, ഈ കാര്യങ്ങളെല്ലാം 10 കൊല്ലത്തേക്കുള്ള ഒരു വിഷൻ യഥാർത്ഥത്തിൽ ഇന്ന് ചേർന്ന സമസ്തയുടെ മുശാവറ തീരുമാനമെടുത്ത് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങൾക്ക് എത്തുമ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹായിക്കണം, പ്രവർത്തിക്കണം. നമുക്ക് ഒരു ദേശീയ പ്രചാരമുള്ള പത്രം വേണം. നിങ്ങൾ തീരുമാനത്തിൽപ്പെട്ടതാ. ദേശീയ പ്രചാരമുള്ള, ദേശീയ തലത്തിൽ പ്രചാരമുള്ള പത്രം വേണം. ഇംഗ്ലീഷിലും ഉറുദുവിലും മലയാളത്തിലും മറ്റെല്ലാ ഭാഷയിലും ഉണ്ടായിരിക്കാം. അത് അങ്ങനെ ആ ദേശീയ തലത്തിലുള്ള വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിനനുയോജ്യമായ ഒരു പത്രം വേണം എന്ന്. അതുപോലെ ബഹുജനങ്ങൾക്ക് സംഘടന സംഘടിപ്പിച്ച് അതിനെ ഇന്ത്യ രാജ്യത്ത് വിപുലീകരിക്കണം. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഇപ്പോൾ ബംഗാളിലും ആസാമിലും മറ്റ് പല സ്ഥലങ്ങളിലും 10-20 കൊല്ലത്തോളമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റു ചിലരും അത് കണ്ട് അങ്ങോട്ട് കടന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ നല്ലത് തന്നെ. ഏതായിരുന്നാലും നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവസാനം ദുആ ചെയ്യും. റഹ്മാനുറഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഈ കാണുന്ന ജനങ്ങൾ, എല്ലാ ജനങ്ങളും അവരിൽ ഒരുപാട് ഔലിയാക്കന്മാരുണ്ടാകുമല്ലോ അല്ലാഹ്. ഈ കൂടിയ എത്രയോ ലക്ഷങ്ങൾ, ഈ ലക്ഷങ്ങളെ കൂട്ടത്തിൽ നിന്റെ മഹബൂബികളായ ഔലിയാക്കളുണ്ടല്ലോ അല്ലാഹ്. ആ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ മുഴുവൻ ഔലിയാക്കളുടെയും സയ്യിദന്മാരുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ സാമ്പത്തികമായും മാനസികമായും എല്ലാവിധത്തിലും സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. അതുപോലെ ഇന്ത്യക്ക് പുറമെ സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ, മലേഷ്യ, സിംഗപ്പൂര്, ലണ്ടൻ, അമേരിക്ക തുടങ്ങിയ എല്ലാ നാടുകളിലും ഞങ്ങളെ സംഘടനയെ സഹായിക്കുന്നവരുണ്ട്, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അവരെ മുഴുവനും നീ സഹായിക്കണം റഹ്മാനേ. അവർക്കെല്ലാം ഒരുപാട് ഖൈറായ ഉദ്ദേശങ്ങളുണ്ട്. അത് എണ്ണി എണ്ണി പറയാൻ കഴിയില്ല. അത് മുഴുവനും അറിയുന്ന അല്ലാഹുൽ ഖുർബായ അല്ലാഹ്, നീ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനേ. ചോദിക്കുന്ന ഞാനൊരു ദഈഫാണെങ്കിലും ഇവിടെ ഒരുപാട് സയ്യിദന്മാര്, ആലിമീങ്ങള്, വലിയ വലിയ മഹാന്മാർ
എത്രയോ അറിയപ്പെടാത്ത ഔലിയാക്കള് ഈ കാണുന്ന ജനങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകും കേട്ടോ. സംശയമില്ല. ഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരെ കൂടെ ഇരിക്കുന്നവർ, അവരോട് സമ്പർക്കം പുലർത്തുന്നവർ, അവരോട് സഹവസിക്കുന്നവർ, അവരുടെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നവർ ഒരിക്കലും പിഴച്ചു പോവുകയില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ എത്രയോ ഔലിയാക്കള് ഈ കാണുന്ന ജനക്കൂട്ടത്തിലുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അല്ലാഹു ഞങ്ങളെ എല്ലാവരെയും ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ ഈ സമ്മേളനം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇതിന് വരാൻ കഴിയാതെ വിദേശത്തും സ്വദേശത്തും ഇതിനോട് മാനസികമായി ബന്ധമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കും നീ ഈ സദസ്സിന്റെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. വിദേശത്തു നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ സമ്മേളനത്തിന് വേണ്ടി മാത്രം വന്നിട്ടുള്ള നിരവധി പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഇവിടെ എത്താൻ കഴിയാതെ മനസ്സുകൊണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് മുഴുവനും നീ റഹ്മത്തും ബർക്കത്തും ചെയ്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ഞങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനേ. നീ